ഇപ്പിയാണ് ഇനി 4 മണിക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അവർക്ക് ഇപ്പിയായിട്ട് വേണമെന്ന് കുറേ ദിവസമായി പറയാതെ ദേവതൻ അവരും ചേച്ചിയുടെ പിള്ളേരും ഒക്കെ ഉണ്ട്, അവർക്ക് ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ അകത്തൊക്കെ ശകലം ക്യാരറ്റ് ഇടുന്നുണ്ട്, ബീൻസ് ഇടുന്നുണ്ട്. ഇനി എണ്ണ ഒഴിക്കണം, ചട്ടി ചൂടാൻ വെച്ച് ഇനി എണ്ണ ഒഴിച്ച് ഇതൊക്കെ ഇട്ടിട്ട് വേവിക്കണം. എണ്ണ ഒഴിച്ച ശേഷം ഈ ക്യാരറ്റും ബീൻസും അരി വെച്ചിട്ട് ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം ചായയും തിളപ്പിക്കാൻ വെച്ചു. ഇത് നന്നായിട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇപ്പി പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. ഗരം മസാല ഇട്ടിടാം. അതിൻ്റെ അകത്ത് മസാല അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് അതിൻ്റെ അകത്തൊന്ന് ഒത്തിരി മസാല ഇടത്തില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല പൗഡറും കൂടെ ഇച്ചിരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇടത്തേക്ക് കൊടുക്കാം. അതിൻ്റെ അകത്ത് മസാല പിള്ളേർക്കൊന്നും എത്തിച്ച് നല്ലതല്ല. അത് ശകലം ഈ മസാല ഇടുന്നത് ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/4 പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര കൊണ്ട് നമുക്കിട്ട് കൊടുക്കാം. അതിൻ്റെ മസാല ഇത്രയാണ്. 4 മസാല ഉണ്ട്. 4 മസാല നമ്മൾ എടുക്കത്തില്ല, ഒരു മസാല എടുക്കത്തുള്ളൂ. നമ്മൾ മസാലപ്പൊടി ഇട്ട് കാരണം ഒരു മസാല എടുക്കത്തുള്ളൂ, 4 മസാല എടുക്കത്തില്ല. ബാക്കി മസാല ഉപയോഗിക്കത്തില്ല, അത് കളയും. ഈ മസാല അത്രയ്ക്ക് ഹെൽത്തിയായ മസാലയല്ല. നമ്മൾ ഇച്ചിരി എടുത്ത് വായി വെക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ രുചി. ഭയങ്കര ഉപ്പാണ്, ഭയങ്കര എന്തോ ഒരു ഇതാണ് പ്രത്യേകത. ഇതിൻ്റെ 4 പീസ് ഉണ്ടായിരുന്നു, 100 രൂപയുടെയാണ്. 4 പീസ് റൗണ്ട് ഷേപ്പിൽ നമുക്കിത് ചട്ടി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. 4 പീസിന് 8 ഗ്ലാസ് വെള്ളമൊന്നും വേണ്ട, 2 ഗ്ലാസ് വെള്ളം മതി. നമുക്കിത് പതുക്കെ ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ചൂടായ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. അതാണ് വെള്ളം തിളയ്ക്കണമെന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചായ തിളച്ചു. ഇപ്പിയും മസാലയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി വേവിക്കും. ഇപ്പി മസാല റെഡി. ഇനി ഇപ്പി എടുത്ത് കഴിക്കാം.